വെൽക്കം ടു വിന്നേഴ്സ് അക്കാഡമി ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. 2024 ഏപ്രിൽ ബാച്ചിൽ എഴുതുന്ന സ്റ്റുഡൻസിനുള്ള ഹോൾ ടിക്കറ്റ്, പ്രാക്ടിക്കൽ എക്സാമിനുള്ള ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ഡേറ്റ് ആണ്. അതായത് 11 മാർച്ച് മുതൽ 14 മാർച്ച് വരെ ഒരു സബ്ജക്റ്റ്, 15 മാർച്ച് മുതൽ 18 മാർച്ച് വരെ വേറൊരു സബ്ജക്റ്റ്. അതായത് കറക്റ്റ് ഒരു ഡേറ്റ് ഇവർ മെയിൻ ഈ നോട്ടിഫിക്കേഷൻസിൽ NIOSൻ്റെ ഇതിൽ അവർ കൊടുക്കില്ല. കാരണം സ്കൂളുകളുടെ അവസ്ഥയും അതുപോലെ അവിടുത്തെ ഒഴിവും മറ്റു കാര്യങ്ങളൊക്കെ അപേക്ഷിച്ചായിരിക്കും അവർ ഡേറ്റ് നിശ്ചയിക്കുക. ഏകദേശം ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലായിരിക്കും നിങ്ങളുടെ സ്കൂളിൽ നടക്കുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് സയൻസ് ആൻഡ് SSLC ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ തന്നെ +2 വരുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെ പ്രാക്ടിക്കലുള്ള ഈ സബ്ജക്റ്റുകൾക്കാണ് പ്രാക്ടിക്കൽ എക്സാം ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം ഡേറ്റുകൾ. ഡേറ്റിൽ 11 മാർച്ച് മുതൽ 14 മാർച്ച് വരെ ഉള്ള ഡേറ്റിൻ്റെ ഉള്ളിലായിട്ട് ഹോം സയൻസ്, പെയിൻറ്റിങ്, +2 ആണ്. ബയോളജി വരുന്നുണ്ട്. ബയോളജി ആ ഒരു ഡേറ്റിലാണ് നടക്കുന്നത്. പിന്നെ ജിയോഗ്രഫി, കമ്പ്യൂട്ടർ സയൻസും ഉണ്ട് ആ ഒരു ഡേറ്റിൽ. ഓക്കെ, രണ്ടാമത് 15 മാർച്ച് മുതൽ 18 മാർച്ച് വരെ കെമിസ്ട്രി നടക്കുന്നുണ്ട്. അതുപോലെ എൻവയോൺമെൻറ്റ് സയൻസ്, ഫിസിക്സും ഈ ഒരു ഡേറ്റിൽ തന്നെ നടക്കുന്നത്. അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ 336. ഓക്കെ, ഈ ഒരു സബ്ജക്റ്റുകളൊക്കെ ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. 19 മാർച്ച് മുതൽ 22 മാർച്ച് വരെ ഉള്ളതിൽ മറ്റ് സബ്ജക്റ്റ്, വെബ് ഡിസൈനിങ്, ഡെവലപ്മെൻറ്റ്, മറ്റ് സബ്ജക്റ്റുകളൊക്കെയാണ് നടക്കുന്നത്. അതുപോലെ 23 മാർച്ച് മുതൽ 27 മാർച്ച് വരെ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ആപ്ലിക്കേഷൻസ്, മറ്റ് സബ്ജക്റ്റുകളൊക്കെയാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLCയിലാണെങ്കിൽ ഫസ്റ്റ് ഡേറ്റിന് സയൻസ് ആൻഡ് ടെക്നോളജി വരുന്നുണ്ട്. ഓക്കെ, ഡാറ്റ എൻട്രി തൊട്ടപ്പുറത്തെ ഡേറ്റിന് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ലിങ്ക്, ഈ ഒരു നോട്ടിഫിക്കേഷൻസിൻ്റെ ലിങ്ക്, ഈ ഒരു PDF-ൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത്. PCP ക്ലാസ് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പല സെൻറ്ററുകളിലും വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് PCP ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുമ്പ് പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് അവർ തയ്യാറാക്കാൻ പറയുന്നുണ്ട്. അതിനുള്ള സബ്ജക്റ്റുകൾ PCP ക്ലാസ്സിൽ നിന്ന് നൽകുന്നതാണ്. അവിടെ നിന്ന് നിങ്ങളത് വാങ്ങിയിട്ട്, റെക്കോർഡ് ബുക്ക് വാങ്ങിയിട്ട് റെക്കോർഡ് എഴുതിയിട്ട് പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മുമ്പോ അതല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനോ പോകുമ്പോൾ അവരോട് ചോദിച്ച്, ഓരോ സെൻറ്ററിൽ എങ്ങനെയാണെന്നുള്ളത് ചോദിച്ച് അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്കും തയ്യാറാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രാക്ടിക്കൽ എക്സാം എഴുതുക. അതെങ്ങനെ എഴുതും, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നൊക്കെ ഉള്ളതൊക്കെ PCP ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് ക്ലാരിഫിക്കേഷൻ വരുത്തുക. ഓക്കെ, താങ്ക് യു.